പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥനാവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ ജീവിത ഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ, ഓപ്പറേഷൻ പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യന് സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവർ, ആന്തരികമായ അപകടങ്ങളിൽ ശിഷ്ടമുള്ളവർ, കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച്, മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ, പരീക്ഷ എഴുതി തീർന്ന മക്കൾ, അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ,
യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ, അങ്ങനെ ഓരോ പരീക്ഷകളിലും കർത്താവെ അവരുടെ പെർഫോമൻസ് വളരെ പൂറായിട്ടുള്ളവരുണ്ട് ഈശോയെ. ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അങ്ങനെ രക്ഷപ്പെടത്തുള്ളൂ. കർത്താവ് അനുദപിക്കുന്ന എല്ലാവരും വരെ നിൻ്റെ നിൻ്റെ അനുഗ്രഹം നൽകണം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ, കാർഷിക വിഭവങ്ങൾ കടന്നു പോയവർ, അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനെടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ, കർത്താവ് അങ്ങനെയൊക്കെ പലിശ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇത് വിറ്റുമാറ്റിയാലും കടക്കാരെ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ, മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതമെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവർ, കർത്താവേ നീ അവരുടെ കരുണ തോന്നെ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, എൻ്റെ കർത്താവ് വഴിയില്ലാത്തവർ, നടവഴി പോലും നഷ്ടപ്പെട്ടവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യലഹരിയിലും രാസലഹരിയിലും ഒക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ മെച്ചിന്തമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പാപത്തിൻ്റെ കാലമാണ്. പക്ഷെ എന്തിനനുദപിക്കണം? നമ്മൾ അനുദപിക്കണത് കുമ്പസാരിക്കാൻ വേണ്ടിയാണ് കത്തോലിക്കര്. അതല്ല ഉദ്ദേശം, അതല്ല. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. സുവിശേഷം എന്താണ് പറയണത്? അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷം നമുക്ക് നൽകണത് അതനുസരിച്ച് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ നടപടിക്രമം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ച് നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. ദൈവത്തിനാണ് പ്രാധാന്യം കിട്ടേണ്ടത്. അപ്പം നമ്മൾക്ക് ഒരു അടയാളം കിട്ടിയിട്ട് ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്, അപ്പം കഴിച്ച് തൃപ്തരായത് കൊണ്ട് ആണ് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള വചനമില്ല ഈശോയുടെ. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അപ്പം ഒക്കെ ഒരു അടയാളമാണ്. ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ അടയാളമാണ്? ദൈവരാജ്യം വന്ന് പുലർന്നു കഴിഞ്ഞതിൻ്റെ അടയാളമാണ്. കാര്യം ശക്തിയിലാണ് ദൈവരാജ്യം വരണത്. 1 കൊരിന്ത്യർ 4:20 എടുത്തേ. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. അപ്പം ദൈവരാജ്യം ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ശക്തിക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും. അപ്പം ശക്തിയുടെ അടയാളമാണ് ഈശോ പറയണത്. ശക്തിക്ക് ഇപ്പോൾ രോഗസൗഖ്യം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ശക്തിയുടെ അടയാളമാണ്. പക്ഷെ ശക്തി എന്തിൻ്റെ അടയാളമാണ്? ശക്തിയുടെ അടയാളമല്ല, ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്. അപ്പം അടയാളം കാണിക്കണത് എന്തിൻ്റെയാണ്? ദൈവരാജ്യത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിൻ്റെയാണ്? ശക്തിക്കാണ്. പക്ഷേ ശക്തി എന്തിൻ്റെതാണ്? ദൈവരാജ്യത്തിൻ്റെതാണ്. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞതിൻ്റെ അടയാളമായിട്ടാണ് ഇതുപോലെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നടക്കുന്നത്. മത്തായി 16:4. ദുഷിച്ചതും അവിശ്വസ്തവുമായ അതാണ് വിഷയം. അടയാളം ദുഷിച്ചതും അവിശ്വസ്തതുമായ ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അടയാളം അന്വേഷിക്കുന്നവര് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദൈവത്തെക്കാൾ പ്രാധാന്യം ദൈവത്തിൻ്റെ അടയാളങ്ങൾക്ക് കൊടുക്കും. മർക്കോസിന്റെ 1:15 വാക്യം. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കാര്യം സത്യസന്ധമായിട്ടാണ് വിശ്വാസം ആൾക്കാർ സ്വീകരിക്കണമെങ്കിൽ അത് അടയാളം കണ്ടിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ അടയാളങ്ങളിലല്ല കാര്യം ഇരിക്കുന്നത്, ശക്തിയിലാണ്. എന്നാൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ശക്തിയിലാണ്. എന്നാൽ ശക്തിയല്ല കാര്യം ഇരിക്കുന്നത്. എന്തിനാണ്? ദൈവരാജ്യത്തിലാണ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറപ്പെടുന്ന ഒരു സമയം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കേണ്ട ഒരു സമയം. അങ്ങനെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമമാണ് പശ്ചാത്താപം. അതുകൊണ്ടാണ് പറയണത് പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവസാന ശിഷ്യന്മാർ ചോദിക്കും,
കർത്താവ് അങ്ങ് രാജ്യം സ്ഥാപിക്കണത് ഇപ്പോഴാണോ എന്ന് അവസാനം വരെ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. അതായത് അവസാനം വരെ മങ്ങാതെ ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട സബ്ജക്റ്റാണ് ദൈവരാജ്യം. അപ്പോൾ കർത്താവ് ഇടയ്ക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറയും, ദൈവരാജ്യം അവിടെയാണ് ഇവിടെയാണ് എന്ന് നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാര്യം എന്താണ്? ദൈവരാജ്യം നിങ്ങൾ തന്നെയാണെന്ന്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദൈവകൃപയിൽ ജീവിക്കാൻ തീരുമാനിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാനും സുവിശേഷത്തിൻ്റെ പ്രയോക്താവാകാനൊക്കെ തീരുമാനിച്ച് സ്വന്തമായിട്ട് തീരുമാനിച്ച് ആൾക്കാർക്ക് ഒത്തിരി പേര് അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് ചില പറയും ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കും. അത് ക്രിസ്ത്യൻസ് നോൺ ക്രിസ്ത്യൻസും പറയുന്നുണ്ട്. എന്താണ്? അവർക്ക് ദൈവരാജ്യത്തിൻ്റെ രുചി മനസ്സിലായി, ദൈവസ്നേഹത്തിൻ്റെ ആധിക്യം മനസ്സിലായി. അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കുമെന്ന് പറയുന്നത്. നമ്മൾ മരണം വരെ ഉടമ്പടി ജീവിക്കുന്ന ആൾ പറഞ്ഞാൽ അദ്ദേഹം ദൈവരാജ്യത്തിൽ മരണം വരെ നിലനിൽക്കുമെന്നതിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്ത പ്രവൃത്തി ചെയ്യല്ല പ്രശ്നം. നിങ്ങൾ അതാണ് ഈശോ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ്. മത്തായി 10:42 ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പ്രശ്നം എന്തും മാത്രം വലിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ല, ചെറിയ കാര്യങ്ങൾ പോലും ചെയ്താൽ അത് കൗണ്ടാകണത് അത് കൃപാവര പ്രവൃത്തി ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ നമ്മൾ ഉടമ്പടിയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയ വചനമാണ് മത്തായി സുവിശേഷം 25:40. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 25:40. മത്തായി 25:40 രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇതിന് വരുന്ന വിഷയം ഈ കൃപാവര പ്രവൃത്തി എങ്ങനെ ചെയ്യണത്, അതാണ് 25:40. ആ വചനം വായിച്ച മത്തായി സുവിശേഷം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന്, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പൊ ഇതാണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഡയറക്റ്റായിട്ട്. അതെങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ ഏറ്റവും എളിയ സഹോദരന് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് എന്താ നമുക്ക് വേണ്ടത്? രണ്ട് കാര്യങ്ങൾ വേണം. എന്ത് വേണം? ക്രിസ്തുവിനുള്ള സ്നേഹം വേണം, ആ സഹോദരനുള്ള സ്നേഹം വേണം. രണ്ട് സംഭവം വേണം. വിശ്വാസം മാത്രം പോരാ. രണ്ട് കാര്യം, കൃപാവര പ്രവർത്തിക്ക് രണ്ട് കാര്യം വേണം. എന്തൊക്കെ വേണം? ഒന്ന് ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം. രണ്ടാമത്തത് സഹോദര സ്നേഹം. നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് മാതാവിനോടാണ് കൂടുതൽ സ്നേഹം വേണ്ടത്. ദിസ് ഈസ് റോങ്. അല്ല, അതല്ല സംഭവം. അമ്മ എന്താ ചെയ്യണത്? ഇപ്പം അമ്മ ചെയ്തിരിക്കണത് അവൻ പറയണത് പോലെ ചെയ്യുക. അതാ പ്രശ്നം. ഈ ചെയ്ത്താണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത്. ഇപ്പം എനിക്കും നിനക്കും എന്താ? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വരാൻ പോകുന്ന വിഷയം ഒന്ന്, ദൈവത്തിന് അവിടെ റോളില്ല എന്നാണ്. നിനക്ക് ജോലി കിട്ടും, അതിനുശേഷം നീ കല്യാണം കഴിക്കും, നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും, അവർ പഠിക്കും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഞായറാഴ്ചയാണ് വീട്ടിൽ ചെന്നത്. അത്യാവശ്യം ഒരു വിഷയം ഉണ്ടായ കാരണം ഞായറാഴ്ച എനിക്കൊരു വീട്ടിൽ പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ 2 കുട്ടികളും കാറ്റഗറിസിന് പോയിട്ടില്ല അന്ന്. അപ്പോൾ എൻ്റെ സ്വഭാവത്തിന് പിന്നെ അവരുടെ ആയിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളല്ല പ്രശ്നം. എനിക്ക് അവരുമായിട്ട് എൻ്റെ കാര്യം ചിലപ്പോൾ നടന്നില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഈ പിള്ളേർ എന്താണ് കാറ്റഗറിസിൽ പോകാത്തെന്ന് ചോദിച്ചു. നിങ്ങളൊരു വീട്ടിൽ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ കാറ്റഗറിസത്തിന് പോകാതെയോ കുർബാനയ്ക്ക് പോകാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, നമ്മളെന്താ അവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹമുണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല, പൊല്ലാപ്പില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ നമ്മൾ സേഫായിട്ട് നമ്മൾ ഡേഞ്ചർ സോണിൽ ഒരിക്കലും കളിക്കത്തില്ല, സേഫ് സോണിലേ കളിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. ദൈവത്തെ നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. കണ്ണിത്തിരി വലുതാണ്, അത്രേ കുഴപ്പമാണ്. നമുക്ക് ഇടണ പൊടിക്കൊരു കണക്കില്ലേ.
ഇല്ലേ? നമുക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ പറ്റും. കാര്യം ദൈവത്തിൻ്റെ കണ്ണിൽ വലുതായി പോയി. നമുക്ക് ഇടാൻ പൊടിക്കൊരു കണക്കടല്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 3:12 എടുത്തേ തെസ്സലോനിയൻസ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 3:12 ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ പറഞ്ഞേ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. ഇപ്പൊ ദൈവത്തിന് റോളുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ലവ് ഓഫ് ഗോഡ് ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട അതാണ്. എൻ്റെ IELTS പാസ്സാക്കണം, എൻ്റെ IELTS പാസ്സാക്കി ജന്മം പ്രാർത്ഥിച്ച ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവം പറയും എനിക്ക് നിനക്ക് എന്താ എന്ന് ചോദിക്കും. ഇതാണ് പ്രശ്നം. എൻ്റെ IELTS പാസ്സാക്കി എൻ്റെ വസ്തു വിൽക്കണേ, എൻ്റെ വസ്തു വിൽക്കണേ, എനിക്ക് കല്യാണം നടത്തണേ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞാൽ മാത്രം ഇരുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? എനിക്ക് നിനക്കും എന്താ? ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ലവ് ലെവൽ വർദ്ധിപ്പിക്കണം. ടെക്നിക്കലായിട്ടാണ് ഉടമ്പടി സമീപിക്കേണ്ടത്. ലവ് ലെവലിൽ അതെന്തിനാണ്? ദൈവത്തോടുള്ള സ്നേഹം വേണം, നമുക്ക് പരസ്പര സ്നേഹം ഉണ്ടാകണം. അത് പിന്നെ എന്ത് ചെയ്യണം? പരസ്പര സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. അതെന്താ എഴുതിയിരിക്കണത്? ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ എന്ന് പറഞ്ഞേ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. അപ്പോൾ സ്നേഹം കുറഞ്ഞാൽ അതിൻ്റെ റോള് ദൈവത്തിനുണ്ട്, ഉറപ്പല്ലേ? അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിക്കാൻ വേണ്ടി അതിനെ ടാർഗറ്റ് ചെയ്യണം. നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് പക്ക മെറ്റീരിയൽ വിഷയമാണ്. ദൈവത്തിന് അതിൻ്റെ റോളൊന്നുമില്ല. എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനോടുള്ള കർത്താവിൻ്റെ നിലപാട് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്, ഇറ്റ് ഈസ് ക്ലിയർ. അറിഞ്ഞ് കളിക്കണമെങ്കിൽ കളി ഉടമ്പടി ഒരു കളിയാണ്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാര്യം ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നിലപാട് എന്താണ്? ബിറ്റ്വീൻ അസ് വാട്ട് ഇസ് ഇറ്റ്? എനിക്കും നിനക്കും എന്ത്? പിന്നെ എന്താണ്? എൻ്റെ സമയം ഇനിയും സമഗതമായിട്ടില്ലല്ലോ. ഈ ഒരു പ്രശ്നത്തെയാണ് മറിയം ഓവർടേക്ക് ചെയ്യണത്. ഈ നമ്മൾ മറിയത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണ്? ബോധജ്ഞാനത്തിൻ്റെ എന്താ കാര്യം? ഇവർ പരിശുദ്ധാത്മ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ, ഇവർ കൃപ നിറഞ്ഞവളല്ലേ. അതുകൊണ്ട് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അറിയാൻ പറ്റും. ഇതിലെങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതാണ് നമ്മൾ ജ്ഞാനപരം എന്ന് പറയണത്. അവർ മാലാഖ തന്നെ അവരെ കാണുമ്പോൾ സമയത്ത് പറഞ്ഞത് എന്താണ്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ. കൃപ നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജ്ഞാനപരം അതിൻ്റെ സമൃദ്ധി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എൻ്റെ പ്രോബ്ലം വേറൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുമൊക്കെ നിങ്ങളോട് ജ്ഞാനപരത്തിലാണ് ഉപദേശം തരണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചിലരോട് പറയും പ്രശ്നമായ വഴക്കായ അറിയില്ല, നീ തരത്തെ ഇറങ്ങിപ്പോകുന്ന ആളല്ലേ, നീ മര്യാദയ്ക്ക് കഴിച്ചെല്ലാം പറയും. ഞാൻ എത്ര പറയത്തുള്ളൂ, പിന്നെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. കാരണം അൾത്താറയിൽ 2 മിനിറ്റല്ലേ കിടത്തുള്ളൂ. അപ്പോൾ ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോകാമെന്ന് എനിക്കറിയത്തില്ല. കർത്താവിനോട് പറയും ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോകുന്നതാണ് വഴക്കുണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറയും നീ തന്നത്തെ ഇറങ്ങിപ്പോയ ആളല്ലേ, നീ തന്നെ പോയിക്കൊള്ളാൻ പറയും, നീ തന്നെ റെസെറ്റ് ചെയ്യാൻ പറയും. പക്ഷേ ഇവിടെ ജന്മം കൊണ്ട് പോകത്തില്ല. കാര്യം ഇവർക്ക് അമലല്ലേ. അപ്പോൾ കാര്യം അമ്മായിയമ്മയും നാത്തനും മാത്രം കൂടി കാത്തിരിക്കണല്ല. ഇന്നലെ ചേട്ടക്കോടതി അടിയുണ്ടായില്ലേ നത്തു പരതപ്പേര്. കാര്യം ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോയതാണ്. അപ്പം നമ്മളവിടെ എളിമപ്പെട്ടിട്ട് സോറി പറയാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ ഈ അഹങ്കാരം പിടിച്ച സാധനം ഈ ജന്മത്തെ സോറി പറയത്തില്ല. കാരണം മർക്കടം മുട്ടിയാണ്. കുരങ്ങിൻ്റെ പരിപാടി അതല്ല. അകത്ത് ശർക്കര പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി വരുമ്പോഴും ആ ശർക്കര ഒന്നും വിടത്തില്ല ഒരിക്കലും. അതാണ് മർക്കടം മുട്ടി എന്ന് പറയുന്നത്. പണ്ട് കുരങ്ങനെ പിടിക്കുന്ന പരിപാടി അങ്ങനെ ഇരുന്നില്ല. തൊണ്ണെന്ന് പറഞ്ഞതിൻ്റെ കരിക്ക് തുളച്ച് അതിൻ്റെ അകത്ത് ശർക്കര കൊണ്ടിട്ട് വെക്കും. അപ്പോൾ കുരങ്ങ് വന്ന് വെച്ച് ഇതിൻ്റെ അകത്ത് കൈയിടും. കൈയിട്ട് കഴിയുമ്പോൾ ശർക്കരക്കരി പിടിക്കും. അപ്പോഴേ പിടിക്കുന്ന സമയത്ത് ആൾക്കാർ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി കുരങ്ങിൻ്റെ സഹായത്തിന് വടിയും കൊണ്ട് വരും. അപ്പോൾ പക്ഷേ കുരങ്ങ് വിട്ട് കൊടുക്കത്തില്ല. ആ ശർക്കരന്ന് വിടത്തില്ല അവൻ. മര്യാദക്കാവും ബുദ്ധിപൂർവ്വം ഒരു വിവേകം ഉണ്ടെങ്കിൽ ആ കൈ വിട്ടാൽ ഊരിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ പാവപ്പെട്ട വിടത്തില്ല. ഇങ്ങനെ മർക്കട മുട്ടിയോടുകൂടി തമ്മിൽ തല്ലി തലകീറി മക്കളെ വഴിയാധാരമാക്കി മരിച്ചുപോയ മനുഷ്യർ എന്തുമാത്രമാണ്. അതുകൊണ്ടാണ് അനുതാപം അവിടെ വരണത്. ഇത് ഒറ്റ നടക്കാൻ പോകത്തില്ലേ? അനുതാപം വരണം അവിടെയാണ്. ഈ വിഷയത്തിൽ നിനക്ക് അനുതാപം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ ജീവിത വിഷയത്തിൽ നിന്നേക്കാൾ വലുതായിട്ട് ക്രിസ്തുവിനെ കാണുന്നതാണ് അനുതാപം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലും ഇതുപോലെ മർക്കട മുട്ടിയോട് കൂടി ഞാൻ തോറ്റു കൊടുക്കത്തില്ല, ഞാൻ ഇങ്ങനെ പോകത്തില്ലെന്ന് നാട്ടുകാരോട് പറഞ്ഞു പോയി,
ചില ആൾക്കാർ എന്താ പറയണത്, അയ്യോ ഞാൻ നിരീശ്വരവാദിയായിട്ട് എല്ലാവരും പറഞ്ഞു പോയി. ഒരു സ്റ്റൈലിന് പറഞ്ഞതാണ്. ഇപ്പം മറക്കണം മുട്ടിയായിപ്പോയി അകത്ത്. ഇപ്പം ദൈവമുണ്ടെന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞെങ്കിലും പുറത്ത് പറയാൻ നാണക്കേടാണ്. ഓരോ കുരങ്ങന്മാർ പോയി അകപ്പെടണം കണ്ടില്ലേ. എന്ന് കഴിഞ്ഞാൽ അവർ ആദ്യമേ സ്റ്റൈലിന് സ്റ്റാൻഡേർഡിനും വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ പേരെടുക്കാൻ വേണ്ടി നിരീശ്വരവാദിയായിട്ട് സ്വയം ആ കുപ്പായം എടുത്തിട്ട് ഇനി ജന്മം വരെ നീ അതിൻ്റെ തടവറയിലാണ്, നീ രക്ഷപ്പെടത്തില്ല. എന്താ കാര്യം? നിന്നെ രക്ഷപ്പെടുത്തേണ്ട കാലത്ത് ഇവനെ നിരീശ്വരവാദിയാക്കിയിട്ട് അവൻ വീട്ടിൽ കെട്ടിയിടുന്ന വിളിച്ചുള്ള കൂട്ടുകാരുണ്ട്. അവൻ്റെ അപ്പനും അമ്മയും പോലും അതിനെക്കുറിച്ച് വിമർശിക്കുകയില്ല. അവൻ്റെ വഴി. ഇപ്പം എൻ്റെ ഒരു സിനിമാ നടൻ മരിച്ചില്ലേ, അയാളെന്താ പറഞ്ഞ മക്കളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ വിശ്വസിക്കാം. അയാളുടെ ദൈവത്തെക്കുറിച്ച് വിശ്വാസത്തിന് അയാൾക്ക് ക്ലിയറൻസ് ഇല്ല. സ്വന്തം ദൈവത്തെക്കുറിച്ച് ക്ലിയറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എല്ലാ ദുരന്തങ്ങളും, ഇതൊരു ആധ്യാത്മികമായ ദുരന്തമാണ്. വ്യക്തതയില്ലാതെ ജീവിതത്തിലെ അവസാനം വരെ പോണത്. ഇനി വ്യക്തത ഉണ്ടായതിന് ശേഷവും നിൻ്റെ കാര്യം കണ്ടതിന് ശേഷവും നാട്ടുകാരുടെ കണ്ണിപ്പോൾ ഇടാൻ വേണ്ടി നീ പഴയ വേഷം കെട്ടും, നീ വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്യും. അതും ദൈവത്തിന് നേരത്തെ അറിയാം. ഉടമ്പടിക്കാലത്തൊരു വേഷം കെട്ടുകയാണിത്. അതിനുശേഷം ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെയും ജീവിതത്തെയും സാക്ഷ്യത്തെയും നീ ഉപേക്ഷിക്കുമെന്ന് ക്രിസ്തുവിന് നേരത്തെ അറിയാം. ഈ തീക്കൊള്ളി കൊണ്ട് നമ്മൾ തൊട്ടാൽ പൊള്ളുന്ന കാര്യം വ്യക്തമാണ്. സത്യമായൊരു വിഷയത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ധാരണയിലെത്താൻ നല്ലതാണ്. ക്രിസ്തുവേ, ഉടമ്പടിക്കാലം കഴിഞ്ഞാലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ലെങ്കിലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. പല ആൾക്കാരും ഇന്ന് അവിടെ അവിശ്വാസം നിലനിർത്തുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ്. ഇപ്പം എന്നെ പള്ളിയിൽ അടക്കണ്ട എന്നൊക്കെ ഒരു സമയത്ത് സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡായിട്ട് എന്തുമാത്രം മനുഷ്യർ പറയും. അങ്ങനെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കണത് എന്താ? ഒന്നെങ്കിൽ അവർ സാഹിത്യകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ സിനിമാ നടന്മാരായിരിക്കും. എന്നാൽ ബഹുജനങ്ങളുടെ പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്ക് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ മാത്രം പോരാ, എനിക്ക് ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യും? ആദ്യത്തെ അവർക്ക് തള്ളി പറയാൻ പറ്റുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ന്യൂട്രലായിട്ട് നിൽക്കും. സിനിമാ നടന്മാരൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുന്നവരുണ്ട്. അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷേ തള്ളി പറഞ്ഞാൽ പടം കിട്ടത്തില്ല. അതുകൊണ്ട് അവരവിടെ നിൽക്കും. പാട്ടുകാരങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരങ്ങനെ ഉണ്ട്, ന്യൂട്രലായിട്ട് നിൽക്കും അവർ. ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഒരു മനുഷ്യൻ്റെ ദുരന്തത്തിൽ, ആധ്യാത്മിക ദുരന്തത്തിൻ്റെ ഏറ്റവും വലുത് ക്രിസ്തുവിനെ അവന് പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതെന്താ പ്രശ്നം എന്ന് പറയണത്? ഈ സൽപ്രവൃത്തികളുടെയും നീതീകരണത്തിൻ്റെയൊക്കെ ഒരു വിഷയം എന്ന് പറയണത് ഇത് ഏതെങ്കിലും ഒക്കേഷനിൽ ചെയ്തു വരണ സംഭവമല്ല. ഇത് നിത്യത വരെ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമാണ്. ഇത് ഓൺഗോയിങ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർ നീതീകരണ പ്രക്രിയ. അതെന്തും പറയുകയാണ്, എവിടെയാണ് ഇത്? നമുക്ക് IELTS മാസം പാസ്സായ പോരാ, കാനഡയിൽ പോകാനേ പറ്റത്തുള്ളൂ. കാനഡ കഴിഞ്ഞ രാജ്യങ്ങളുണ്ട്, അതിൻ്റെ പേര് ദൈവരാജ്യം എന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവസാന നീതീകരണം ലഭിക്കണവരെ ഒരു ആത്മാവ് അസ്വസ്ഥമായിരിക്കും. സത്യമായ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യർ അവസാനത്തെ നീതീകരണം കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞ 25-34 തൊട്ട വചനങ്ങളിലാണ്. 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ ഇതാണ് ലാസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്താൻ പറയണത് വരെ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതീകരണത്തിൻ്റെ പ്രോസസ്സാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒക്കേഷണൽ ജസ്റ്റിഫിക്കേഷന് വേണ്ടി കുറച്ച് സൽപ്രവർത്തികൾ ഇപ്പോൾ ചെയ്യുകയാണ്. ഇതിനകത്ത് വരുന്നവർ ഇതുകൊണ്ട് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം, ഒന്ന്, നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാം. രണ്ട്, നിങ്ങളിത് ചെയ്യണ ദൈവസ്നേഹത്തോടെ അല്ല. അപ്പോൾ പിന്നെ ഇത് ഓവർകം ചെയ്യാനുള്ള മാർഗ്ഗം എന്താണ്? ദൈവത്തോട് നേരത്തെ മുൻകൂർ ജാമ്യം പറയണം. ഞാൻ ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കത്തില്ല, ഞാൻ ദൈവസ്നേഹത്തോട് മാത്രമേ എൻ്റെ ജീവിതം ചെയ്യത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നൗ ആൻഡ് ദെൻ ആയിട്ടൊരു വ്യക്തിക്ക് അത് ഐഡിയലല്ല. നൗ ആൻഡ് ദെൻ, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് സൽപ്രവർത്തികൾ ചെയ്ത് അത് ഫങ്ഷനായിട്ട് മാറ്റാം. പക്ഷേ മിഷനായിട്ടാണ് ഇത് വരേണ്ടത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നാം ഇപ്പോൾ ക്രിസ്തീയ ജീവിതം നമുക്കറിയില്ല, അബൈഡിങ് ലവ്,
യോഹന്നാന്റെ സുവിശേഷം 14:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ. 14:15 യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പന പാലിക്കും. അടുത്ത വചനം വായിച്ചേ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം 14-15 അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എന്താണ്? ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ദൈവസ്നേഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ ആത്മാവോട് കൂടിയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ, വചനത്തിൽ വെളിപ്പെടുത്തൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അപ്പോഴും ഇപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യം കാണാനുള്ള കാര്യപരിപാടിയേക്കാൾ സത്യസന്ധമായി ജീവിതം സുവിശേഷ സ്നേഹത്താൽ ദൈവസ്നേഹത്തോടെ പുനഃക്രമീകരിച്ചുകൊണ്ട് കൃപയിൽ നിറയുവാൻ വളരുവാൻ എന്നെ അഭിഷേകം ചെയ്യട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛൻ്റെ ഈ ലൈൻസ് എല്ലാം ഓർത്താണ് നിങ്ങളെ ഈ ഉടമ്പടിയുടെ കൃപാവര പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ ടൈം ഷോർട്ടാകും. നിങ്ങളുടെ ഉടമ്പടിയിൽ നമുക്ക് ഉടമ്പടിയുടെ സ്വാഭാവിക സാധ്യതയാണ് ടൈം ഷോർട്ടണിങ് ചില ആൾക്കാർക്ക് സംഭവിക്കാത്തതിൻ്റെ കാരണം ഈ ദിവസങ്ങളിൽ കേട്ട നല്ല സാക്ഷ്യങ്ങൾ ഒന്ന് ജിനിയുടെ സാക്ഷ്യമാണ്. ജിനിയുടെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ജിനി ആ വിഷയത്തെ എങ്ങനെയാണ് കൗണ്ടറാക്ട് ചെയ്ത് നോക്കണം. അതായത് ജിനിയുടെ വിഷയം എന്താ, ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ എൻഡോമെട്രിക്സ് എന്ന് പറഞ്ഞ രോഗം അവർക്ക്, അതായത് ഈ കുടലുകളും അതുപോലെ തന്നെ അണ്ഡാശയത്തിൽ സിസ്റ്റ് വളരുന്നു. അപ്പോൾ ഭയങ്കര വല്ലാത്ത വേദനയാണ്, അപ്പോൾ സഹിക്കാനാവാത്ത വേദന. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോകുന്നു, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ വേദന മാറുമെന്ന് വിചാരിച്ചെങ്കിലും വേദന മാറുന്നില്ല. വേദന പിന്നെ ഇരട്ടിയാകും. അത് പിന്നെ കുറേ നാൾ വേറെ ഹോസ്പിറ്റലിൽ പോകും. അപ്പോഴവർ സ്കാൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റും ഗർഭപാത്രവും ചെറുകുടലും എല്ലാം കൂടി ഒട്ടിയിരിക്കുക. അതാണ് വേദന ഇരട്ടിയായത്. അതിനു വേണ്ടി പിന്നീട് ഒരു ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് ഈ കുടലുകളെല്ലാം, കുടലും ഗർഭപാത്രവും അതുപോലെ തന്നെ സിസ്റ്റും ഉള്ള ഗർഭനാളി എല്ലാം മാറ്റുകയല്ല, എല്ലാം വേർപെടുത്തും. പിന്നെയും കുറേ നാളിങ്ങനെ കുറച്ച് ദിവസം പിന്നെയും വേദന വരും. വേദന പിന്നെയും കൂടി അപ്പോഴും സഹിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റലിലാക്കും. പിന്നെ ഒരിക്കലും കൂടി ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെയും ഒട്ടിയിരിക്കുന്ന കുടൽ മാറ്റും. എനിക്ക് ഒരു വ്യക്തിയുടെ വയറിലാണ് ഇതൊക്കെ ചെയ്യണതേ. മാറ്റിയെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേദന മാറത്തില്ല. പിന്നെ വേദന മാറാതെ അവർ പിന്നെ ആശുപത്രി പിന്നെ ഒരു 6 മാസം മാറുകയാണ്. പിന്നെ ആശുപത്രി മാറും, വേറൊരു ആശുപത്രി പോകും. ആ ആശുപത്രി പോയി കഴിയുമ്പോൾ അവർ പറയും ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ കുടലും ഒട്ടിയിരിക്കണത് മാറ്റി പിന്നെ തുന്നിക്കെട്ടി പിന്നെയും പുറത്ത് വേദന മാറുന്നില്ല, പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് കുടലൊട്ടിരിക്കണ മാറ്റി, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഇത് മൊത്തം മാറ്റാമെന്ന് പറയും. അങ്ങനെ വേറൊരു ആശുപത്രി ഓപ്പറേറ്റ് ചെയ്തിട്ട് കുടൽ ഗർഭപാത്രം മാറ്റും, അതുപോലെ തന്നെ ഓവറി മാറ്റും, ഇങ്ങനെ എല്ലാം അപ്പോൾ ഇനി കുഴപ്പമില്ലല്ലോ. പക്ഷേ അതെല്ലാം വയറ്റിലുണ്ടായിരുന്ന സംഭവം അവർ പറഞ്ഞ വയറ്റിലുണ്ടായിരുന്ന അങ്ങനെ എല്ലാ സാധനവും മാറ്റിയെന്ന്. വേദന വരുമെന്ന് തോന്നണ എല്ലാ സാധനവും മാറ്റിയിട്ട് പിന്നെയും 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയതിനേക്കാൾ ഇരട്ടി വേദനയാകും. അപ്പോൾ പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഈ പണിയും പറഞ്ഞുകൊണ്ട് വരരുത്, ഇവിടെ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയും. പിന്നീട് മാറി അപ്പോൾ 4 കൊല്ലമാണ് 14 ആശുപത്രി പോയി 4 കൊല്ലമാണ് ചിലവഴിക്കണത്. ഈ 4 കൊല്ലം 14 ആശുപത്രി പോയിട്ട് അവസാനം വേദന ബാക്കി അവയവങ്ങളൊക്കെ വെറുതെ മാറുകയാണ്. പക്ഷെ അതുകൊണ്ട് വേദന പരിഹരിക്കാൻ പറ്റണില്ല. അപ്പോൾ ആരോട് പറഞ്ഞ് കൃപാസനത്തിൽ പോയാൽ പരിഹരിക്കുമെന്ന് പറഞ്ഞു, വേദന മാറുമെന്ന്. അപ്പോൾ അവരതിനെ പറഞ്ഞ വാക്ക്, എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് പക്ഷെ കൃപാസനത്തിലൊന്നും വിശ്വാസമില്ലെന്ന്. മാതാവിൽ വിശ്വാസമുണ്ട് പക്ഷെ അതിനിപ്പോൾ കൃപാസനത്തിൽ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും മാതാവ് ഉണ്ടല്ലോ, അത് കറക്റ്റാണ്, റീസണബിളായിട്ട് ശരിയാണത്, യുക്തിപരമായിട്ട് ശരിയല്ലേ. അപ്പോഴെങ്കിലും പിന്നെ സഹിക്കാനാവാതെ വന്നപ്പോൾ അവരിവിടെ വന്ന്
അവർ പറയണത് എനിക്ക് കയറി മോളിൽ പോയി ഉടമ്പടി എടുക്കാനൊന്നും പറ്റത്തില്ല, കാര്യം എൻ്റെ അവയവങ്ങളൊക്കെ വലിച്ച് പിടിക്കുകയല്ലേ, വേദനയല്ലേ. അതുകൊണ്ട് ഞാനും മരത്തെ ചാരി നിന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഹസ്ബൻഡോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഈ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടം വരെ വന്നില്ലേ, നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയെങ്കിലും വേദന പിന്നെ വൈകുന്നേരം വന്ന്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് അവൾ മാതാവിനോട് സംസാരിച്ച്, അമ്മേ, എല്ലാവരും പറയണ കൃപാസനം ചവിട്ടിയ വേദന മാറുമെന്ന്. ഞാനും കൃപാസനം ചവിട്ടി, ഉടമ്പടിയും എടുത്ത്, എൻ്റെ വേദന എന്താ നീ മാറ്റാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ വേദന മാറി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വന്ന്. 2 ദിവസം വന്ന് കഴിഞ്ഞാൽ പിന്നെയും വേദന തിരിച്ചു വരും. അപ്പോഴിവൾ മാതാവിനോട് സംസാരിക്കാൻ പഠിച്ചില്ലേ, പറഞ്ഞ, അമ്മേ, എനിക്കിപ്പോൾ മനസ്സിലായി, നിന്നോട് സംസാരിച്ച വേദന നീ മാറ്റുമെന്ന്. അത് ഞാൻ അനുഭവിച്ച 4 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉറങ്ങണത്. അവൾക്കറിയാമല്ല 4 വർഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിൽ ഉറങ്ങണം. അപ്പോൾ അമ്മേ, നിനക്കറിയാം എൻ്റെ വേദന മാറ്റാനറിയാം, പക്ഷേ എനിക്ക് പിന്നെ വന്നത് എന്താണ്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ മനസ്സിൽ അമ്മ ഇവരോട് പറയും, നീ എല്ലാവരോടും പറഞ്ഞില്ലേ സാക്ഷ്യം പറയാമെന്ന്, എന്നോട് നീ പറഞ്ഞില്ലല്ലോ സാക്ഷ്യം പറയാമെന്ന്. അത് കേൾക്കണം, നമുക്ക് അറിഞ്ഞു പോകും വാസുതലേ. അത് ശരിയാണ്, അത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്ത് നമുക്ക് മനസ്സിലാകും, ഫീലിംഗ് ലെവൽ ഭയങ്കരമാണ്. എല്ലാവരോടും നീ പറഞ്ഞു ചുറ്റുപാടുന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന്, പക്ഷെ നീ എന്നോട് പറഞ്ഞില്ല സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിരിക്കണം ഞാൻ സത്യമായിട്ട് സാക്ഷ്യം പറയാമെന്ന്. ആ സെക്കൻഡ് വേദന പോകും. പിന്നെ ജിനി പറയണത് വെച്ചാൽ, ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് വണ്ടി പേടിയായിരുന്നു, ഇപ്പോൾ എനിക്ക് വണ്ടി ക്രേസാണ്, ഞാൻ വണ്ടി ഓടിച്ചാൽ പോണത്. എന്നോട് സ്റ്റെപ്പ് കയറുമെന്ന് പറഞ്ഞായിരുന്നു, വലിയ തൂക്കങ്ങൾ ഭാരം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ വലിയ തൂക്കങ്ങൾ ഭാരം എടുക്കും, സ്റ്റെപ്പ് കയറും, വണ്ടി ഓടിച്ച് പോകും, ഇപ്പം ഞാൻ ഓക്കെ എന്ന് പറയും. ശ്രുതികട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫെയ്ത്ത് ഇൻ ദ റീസൺ ലെവൽ എന്ന്. ഇപ്പം ജിനിയുടെ ആദ്യത്തെ ഫെയ്ത്ത് ലെവൽ എന്താണ്? റീസണാണ്. കാര്യം എന്താണ്? എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, നമ്മുടെ പള്ളിയിൽ മാതാവ് ഉണ്ട്, അതാണ് റീസൺ ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കൃപാസന അമ്മയുടെ തിരുസന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഈ റീസൺ ലെവൽ ലവ് ലെവലായിട്ട് മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകും, ഒക്കെ മനസ്സിലാകും. സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴൊക്കെ മനസ്സിലാകും സംസാരിക്കാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കറിയാവോ ഇന്ന് എന്തുമാത്രം ആൾക്കാരാണ് മാതാവിന് സംസാരിക്കണം. അവിടെ പ്രാർത്ഥന തന്നെ സ്നേഹത്തിൻ്റെ സംസാരമാക്കി മാറ്റി. അപ്പോൾ അവിടെ ദൈവസ്നേഹം കൂടി ലവ് ലെവൽ വർദ്ധിപ്പിച്ചു. ഇത് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ളൊരു മാർഗ്ഗമാണിത്. എന്താണ്? നിങ്ങളുടെ ലവ് ലെവൽ വർദ്ധിപ്പിക്കണം. ലവ് ലെവൽ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ പ്രശ്നം? നിങ്ങളുടെ വെറുപ്പ്, വിദ്വേഷം, പക, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, അതെല്ലാം മാറ്റേണ്ടി വരും. പക്ഷെ അതെല്ലാം മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ചില വചനങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കഠിനമാണെന്ന്, അല്ലേ? ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കഠിനമാണ്. കഠിനമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസ്നേഹം ഇല്ലാതെ ചില വചനങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ക്രിസ്തുവിൻ്റെ വേറെ എന്നെ വിശുദ്ധിയിൽ വളർത്താൻ, എന്നെ കൃപയിൽ ഉയർത്താൻ ക്രിസ്തു വേറെ ഒരു വേഷമായി എന്നെ പരിപാലിക്കുകയാണ്. ഇത് ഭയങ്കരമാണ്. ഇതുകൊണ്ടാണ് നീ ശത്രുവിനെ പോലും ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയണത്.